ഹായ് ഹലോ ഏഞ്ചലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി ഔട്ടിംഗ് വീഡിയോ ആണ്. ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോവുകയാണ്. ഇത് നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ. അതായത് ഇത് ആൻറ്റിയും ജിൽ ചേച്ചി അവരൊക്കെ ഉള്ളപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് ഹൗസ് ബോട്ടിൽ കയറുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 വണ്ടിയായിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഒരു വണ്ടിയിൽ ഞങ്ങളിതേ ഇത്രയും പേരുണ്ടായിരുന്നു. ആൻറ്റിയും സോഫി മോളും ചേച്ചിയും കുഞ്ഞും പിന്നെ അനിയനും അനിയത്തിയും അവരുണ്ട്. പിന്നെ അതേ ബാക്കിൽ അളിയനും പെങ്ങളും അമ്മച്ചി പിന്നെ കാട്ടൂരിന്ന് വെൽക്കം ടു അവർ വ്ലോഗ്. The child is now asleep. It is finally asleep. പിന്നെ this is Angel ചേച്ചി, our vlogger, our YouTuber. ഞാനിപ്പോ ഫോൺ എടുത്തു. This is my mother. We are Swiss person people. അതേ ഫൈനലി ഞങ്ങളിതേ ആലപ്പുഴയിലെത്തി. അപ്പോൾ അന്നേരത്തിന് സോഫി മോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവളിങ്ങനെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളിതേ അവിടെ അളിയനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നുറുക്കും കാര്യങ്ങളും പിള്ളേർക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കടയിലോട്ട് പോയതാട്ടോ. അങ്ങനെ പിന്നെ ഇതേ ഫൈനലി ഞങ്ങൾ അവിടെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഇറങ്ങിയതല്ല സ്ഥലം, വേറെ ഏതാണ് സ്ഥലം അത്. അങ്ങനെ പിന്നെ അവർ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് ഫാമിലി എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനത്തെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറി പിള്ളേരുടെ പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് അവർ നല്ല എൻജോയ്മെൻറ്റ്. അതുപോലെ തന്നെ ഞങ്ങളും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. ഫോട്ടോസായും വീഡിയോസായും ഒക്കെ അങ്ങനെയൊക്കെ ഞങ്ങളെടുത്ത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്.
അങ്ങനെ പിന്നെ ഞങ്ങളിതേ നല്ല പുന്നമട കായലിൻ്റെ എന്താ പറയുക ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടില്ലേ, എന്നെ രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് പോയി കേട്ടോ എല്ലാവരും കൂടെ. ശരിക്കും ഒരു എന്താ പറയുക വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ സ്പീഡ് ബോട്ടിൽ പോയത്. ശരിക്കും എൻജോയ് ചെയ്തു. അതിന് പിള്ളേരെ കൊണ്ടുപോയി ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു ടെൻഷനൊക്കെ എന്തായിരുന്നു, പക്ഷേ കംപ്ലീറ്റ്ലി അത് സേഫ് ആയിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ കയറാനത് പൊന്നും കയറിയില്ല, കപ്പിൾസും കയറിയില്ല. കാര്യം അവർ രണ്ടുപേരും പ്രഗ്നൻ്റാണ്. അപ്പോൾ അത് കാരണം അവർ കയറിയില്ല. അവന് കയറിയില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ കയറിയായിരുന്നു കേട്ടോ. ഇവർ സത്യം പറഞ്ഞാൽ ഇവർ മേളിലായിരുന്നു. ഇവർ അറിഞ്ഞില്ല ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ കാത്തവർ നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ഇത് നമുക്ക് നമ്മളുടെ ബോട്ടിൽ ചേട്ടനാട്ടോ അത് നമ്മൾ ഫ്രഷായിട്ട് ഫിഷ്, ക്രാബ്, പ്രോൺസ് അങ്ങനെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് അവരുടെ കൊടുക്കുമെന്നാണെങ്കിൽ അവരത് നമുക്ക് കുക്ക് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാട്ടോ ഞങ്ങൾ പ്രോൺസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിൽ തന്നെ അവരുടെ കയ്യിൽ കൊടുക്കുമെന്നാണെങ്കിൽ അവർ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് തരും. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ അവർ തന്നെ നമുക്കിത് റെഡിയാക്കി തരും കേട്ടോ. വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, ക്രാബ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് കായലിലാണെങ്കിലും കടലിലാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടുതലും പ്രോൺസാണ് വാങ്ങിച്ചത്. കാരണം ഇവരെല്ലാവർക്കും പ്രോൺസ് കഴിക്കുന്ന ആൾക്കാരല്ല. മീൻസ് ആൻറ്റിയൊക്കെ പുറത്താണ്, ചേച്ചിയൊക്കെ പുറത്താണ്. അപ്പം അവർ വരുമ്പോൾ അവർക്ക് ഫിഷ് പിന്നെയും കിട്ടുമല്ലോ, പ്രോൺസാണ് അധികം കിട്ടാത്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രോൺസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഹൗസ് ബോട്ടിലോട്ട് തിരിച്ച് കയറി. പിന്നെ ഞങ്ങൾ മാറി മാറി ഇരുന്ന് ഓടിക്കുന്ന ആ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാവരും മാറി മാറി ഇരുന്നുണ്ട്. എല്ലാവരും എടുത്തായിരുന്നു കേട്ടോ വീഡിയോസ്. അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെയും ഞങ്ങൾ ബാക്ക് ടു എൻജോയ്മെൻറ്റിലോട്ട് പോയി. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇച്ചായ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. അമ്മയും കയറിയിരുന്നു കേട്ടോ. അങ്ങനെ ഇച്ചായ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ പിന്നെ അന്നും നല്ല രസമായിരുന്നു ഇതുപോലെ തന്നെ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ ഉച്ചയൂണിന് ഫുഡ് കണ്ടില്ലേ
നല്ല വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു. അങ്ങനെ ഇതേ ഫുഡ് ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ക്രാബാണിത്. അങ്ങനെ പിന്നെ വിഭവസമൃദ്ധമായ ഫുഡിൻ്റെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കളിക്കാൻ മാറി നിന്നേ. ഞങ്ങൾ നമ്മൾ ദംഷറാസ് ഇല്ലേ, അതായത് നമ്മൾ ആക്ഷൻ കാണിച്ചിട്ട് മൂവി നെയിം അവരുടെ ടീം കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് പിന്നെ ഞങ്ങളത് കളിക്കാൻ മാറി നിന്നേ. എന്താ അളിയാ ഒന്ന് പറയാളിയാ. കെട്ടിയാലൊന്ന് കാണിച്ചു. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് കിഴക്ക് കിഴക്ക്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല കളിച്ച് രസിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതായത് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ചായ ഇതൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ചായയും പഴംപൊരിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 5 മണി വരെ ആയിരുന്നു ടൈം. 5 മണിയായപ്പോൾ ഞങ്ങൾ കയറിയ പാട്ടിൽ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഈ പടകളെയും കൊണ്ട് ആലപ്പുഴ ബീച്ചിലോട്ട് പോയേ. എൻ്റെ പൊന്നടാവേ, ഈ സമ്മതിക്കുപോയി ചെറുതുങ്ങൾ പോയിട്ടാണെങ്കിൽ ഇതുങ്ങൾ ആലപ്പുഴ ബീച്ച് തകർത്ത് വാരി എന്ന് പറയും പോലെ ആയി. മൊത്തം മണ്ണും വെള്ളവും ഭയങ്കര ഒരു കണക്കിന് നല്ല രസമായിരുന്നു. പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലോട്ട് വിട്ടു കേട്ടോ.
പിന്നെ ഇതേ ബീച്ചിൽ കണ്ടില്ലേ എൻ്റെ മകളുടെ ലക്ഷണം. തത്തുക്കുട്ടൻ്റെ കമ്മലാണെങ്കിൽ ഹൗസ് ബോട്ട് വെച്ച് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കാരണം പക്ഷെ അവളുടെ കയ്യിൽ തന്നെ കിട്ടി, അവളെനിക്ക് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അത് കാരണം കാതി കമ്മലില്ലാണ്ട് നിൽക്കുന്ന ആൾ. അങ്ങനെ പിന്നെ അതേ അവിടുത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം പിള്ളേരെല്ലാം മണ്ണിൽ കിടന്ന് വാരി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാഷ്റൂമിൽ തന്നെ കൊണ്ടുപോയി അതുങ്ങളെല്ലാത്തിനെയും ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അവർ ചായ കുടിക്കാനായിട്ട് അങ്ങ് കയറി. അവിടെ പിള്ളേരെല്ലാവരും കൂടെ സ്നാക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയേ. പക്ഷേ സ്നാക്സ് പിള്ളേർ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വലിയ ആൾക്കാരും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് എല്ലാവരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതേ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി, താഫിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. താഫിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത വളരെ രസകരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി ഞാൻ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ട്, കാണണേ. Mother bone, wipe, till the mother bone, wipe.